ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കേട്ടറ്റ് കാറ്റഗറി 3 കെമിസ്ട്രിയിലെ ചാപ്റ്റേഴ്സ് ആണ്. അതായത് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് അതുപോലെ മെറ്റൽസ് എന്ന് പറഞ്ഞ രണ്ട് ചാപ്റ്റേഴ്സിലെ പ്രോബ്ലംസും പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എക്സാം ഡേറ്റ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേട്ടറ്റ് കാറ്റഗറി 3 സെപ്റ്റംബറിലായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് കെമിസ്ട്രിയും ഫിസിക്സും പാരലായിട്ട് ചെയ്യാമെന്നാണ്. പക്ഷെ നമ്മൾ ഫിസിക്സ് 2-3 ചാപ്റ്റേഴ്സ് ഓൾറെഡി നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാത്തവർ എല്ലാവരും കാണുക. അപ്പോൾ കെമിസ്ട്രി നമ്മളിപ്പോൾ രണ്ട് ചാപ്റ്റർ വെച്ച് മാക്സിമം സിലബസ് കവർ ചെയ്യാൻ നോക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണുക. പിന്നെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന പ്രകാരമാണ് നമ്മൾ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണുക. ദ ലേണിംഗ് ട്രാക്ക് എന്ന് പറയുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരികൾ, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അവരിലേക്കും എത്തിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the law of conservation of mass is given by. Okay, the law of conservation of mass is proposed by. Who is proposed the law of conservation of mass? ആരാണ്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഓപ്ഷൻ എ ഡെമോക്രാറ്റിസ്, ഓപ്ഷൻ ബി ലവോസിയർ, ഓപ്ഷൻ സി ഫാരഡേ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഏതാണ് ആൻസർ? ലവോസിയർ ആണ് കേട്ടോ. ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഇസ് പ്രപ്പോസ്ഡ് ബൈ ലവോസിയർ. ഓക്കെ, ലവോസിയർ ആണ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രപ്പോസ് ചെയ്തതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, cathode rays are made up of electrons, anode rays are made up of dash particles. Options നോക്കാം. Only from all the positive particles in the atom. Option B, only nucleus of an atom. Option C, positive residues of atom. Option D, only protons. എന്താണ് ആൻസർ? Cathode rays are made up of electrons, anode rays are made up of dash particle. എന്താണ് ആൻസർ എന്നറിയോ? ആൻഡ് ഓപ്ഷൻ സി ആണ് ആൻസർ. പോസിറ്റീവ് റെസിഡ്യൂ ഓഫ് ആറ്റം ആണ്. ഓക്കെ, ആനോഡ് റേസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് പോസിറ്റീവ് റെസിഡ്യൂ ഓഫ് ആറ്റം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, which quantum number gives the information about the direction in which electron is spinning? ഏത് ക്വാണ്ടം നമ്പർ ആണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്ക് തരുന്നത്? അതായത് ഡയറക്ഷൻ ഇൻ വിച്ച് ഇലക്ട്രോൺ ഇസ് സ്പിന്നിങ്, ഇലക്ട്രോൺ സ്പിൻ ചെയ്യുന്ന ആ ഒരു ഡയറക്ഷൻ്റെ പറ്റിയുള്ള ഇൻഫർമേഷൻ നമുക്ക് തരുന്നത് ഏത് ക്വാണ്ടം നമ്പർ ആണ്? 4 ക്വാണ്ടം നമ്പേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അസിമുതൽ ക്വാണ്ടം നമ്പർ, ഓപ്ഷൻ ബി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ഓപ്ഷൻ സി മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, ഓപ്ഷൻ ഡി സ്പിൻ ക്വാണ്ടം നമ്പർ. ഏത് ക്വാണ്ടം നമ്പർ ആണ് നമുക്ക് ചോദിച്ച ഉത്തരത്തിനുള്ള ആൻസർ? സ്പിൻ ക്വാണ്ടം നമ്പർ ആണ്. അപ്പോൾ നമ്മൾ 4 ക്വാണ്ടം നമ്പേഴ്സ് പഠിക്കുന്നുണ്ട്. ക്വാണ്ടം നമ്പേഴ്സ് എന്തിനാണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്? അതായത് ഈ ക്വാണ്ടം നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇറ്റ് ഗീവ്സ് എ കംപ്ലീറ്റ് ഇൻഫർമേഷൻ എബൌട്ട് ദി ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം അല്ലെ. ഒരു ആറ്റത്തിലുള്ള ഇലക്ട്രോണിനെ പറ്റി ഒരു കംപ്ലീറ്റ് ഇൻഫർമേഷൻ തരുന്നത് എന്താണ്? ഈ ക്വാണ്ടം നമ്പേഴ്സ് ആണ്. 4 ക്വാണ്ടം നമ്പേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ്, അസിമുതൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് ലാസ്റ്റ് വൺ സ്പിൻ ക്വാണ്ടം നമ്പർ. ഓക്കെ, അതിൽ എന്താണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ? ഈ principal quantum number determines energy and size of an orbit. ഒരു ഓർബിറ്റിന്റെ എനർജിയും അതിന്റെ സൈസും ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏത് ക്വാണ്ടം നമ്പർ ആണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. ഓക്കെ, ഇനി ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ആസ് ദ വാല്യൂ ഓഫ് n increases, size and energy also increases. ഓക്കെ, അപ്പോൾ എന്നിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ആ ഒരു പെർട്ടിക്കുലർ ഓർബിറ്റിൻ്റെ സൈസും അതിൻ്റെ എനർജിയും. ഓക്കെ, അപ്പോൾ എന്നിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? സൈസ് ആൻഡ് എനർജി ഓൾസോ ഇൻക്രീസസ്. ഓക്കെ, ഇനി അതിൻ്റെ വാല്യൂ എന്താണ്? പോസിറ്റീവ് ഇൻ്റഗ്രൽ വാല്യൂസ് 1, 2, 3 എക്സെട്ര ആണ് അല്ലേ. ഇനി അസിമുതൽ ക്വാണ്ടം നമ്പർ എന്താണ്? അസിമുതൽ ക്വാണ്ടം നമ്പർ ഡിറ്റർമൈൻ ചെയ്യുന്നത് ദ വാല്യൂ
value determines the value of orbital angular momentum of the electron in an orbital. ഒരു ഓർബിറ്റലിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന്റെ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? ഈ അസിമുതൽ ക്വാണ്ടം നമ്പർ ആണ്. ഓക്കെ, അപ്പോൾ അതിന്റെ ആ ഒരു വാല്യൂ, അതായത് ഇൻ ജനറൽ ദിസ് ക്വാണ്ടം നമ്പർ ഗീവ്സ് ദ ഷേപ്പ് ഓഫ് ഓർബിറ്റൽസ്. അപ്പോൾ ഓർബിറ്റൽസിന്റെ ഷേപ്പ് തരുന്നത് ആരാണ്? ഈ അസിമുതൽ ക്വാണ്ടം നമ്പർ ആണ്. ഓക്കെ, അപ്പോൾ അത് ഡിനോട്ട് ചെയ്യുന്ന എന്താണ്? സ്മോൾ എൽ വെച്ചിട്ടാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്മോൾ എൻ വെച്ചിട്ടാണ് അല്ലേ? അസിമുതൽ ക്വാണ്ടം നമ്പർ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ എൽ വെച്ചിട്ടാണ്. ഇനി ഇതിന്റെ വാല്യൂസ് എങ്ങനെയാണെന്ന് നോക്കാം. ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് എൻ, ഓക്കെ, അതായത് ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എൻ, L can have n integral values ranging from 0 to n minus 1. Okay, അപ്പോൾ 0 തൊട്ട് n minus 1 വരെയാണ് അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂസ് റേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനി മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്താണ്? നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സ്മോൾ m വെച്ചിട്ടാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അതായത് അത് ഡെസിഗ്നേറ്റ്സ് ഡിഫറെന്റ് ഓറിയന്റേഷൻസ് ഓഫ് ഓർബിറ്റൽസ് വെൻ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇതിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡിഫറെന്റ് ഓറിയന്റേഷൻസ് ആണ് ഈ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സ്മോൾ എം വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. ദ വാല്യൂ ഓഫ് എം ഡിപ്പെൻഡ്സ് ഡയറക്ട്ലി ഓൺ ദ വാല്യൂ ഓഫ് എൽ. ഫോർ ഈച്ച് വാല്യൂ ഓഫ് മാഗ്നറ്റിക് for each value of azimuthal quantum number L, there can be 2L plus 1 values ranging from minus L to plus L. Okay, അപ്പോൾ ഓരോ വാല്യൂ, അതായത് അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ L അനുസരിച്ച് there can be 2L plus 1 value ranging from minus L to plus L. ഓക്കെ ആണല്ലോ, അതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഇനി എന്താണ് സ്പിൻ ക്വാണ്ടം നമ്പർ? നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ? ഇറ്റ് ഗീവ്സ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ഇലക്ട്രോൺ ഇസ് സ്പിന്നിങ്. ഓക്കെ, അപ്പോൾ വെദർ ഇറ്റ് ഈസ് ക്ലോക്ക് വൈസ് ഓർ ആന്റി ക്ലോക്ക് വൈസ്, ക്ലോക്ക് വൈസ് ആവാം ആന്റി ക്ലോക്ക് വൈസ് ആവാം. അപ്പോൾ രണ്ട് വാല്യൂസ് ആണ് ഈ സ്പിൻ ക്വാണ്ടം നമ്പറിനുള്ളത്, അതായത് പ്ലസ് ഹാഫ്, അതായത് പ്ലസ് 1/2 ആൻഡ് മൈനസ് 1/2. ഓക്കെ, അതുപോലെ ഈ ഒരു മാഗ്നറ്റിക് ക്യാരക്ടർ എക്സ്പ്ലെയിൻ ചെയ്യാനും ഈ സ്പിൻ ക്വാണ്ടം നമ്പർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ടു എക്സ്പ്ലെയിൻ മാഗ്നറ്റിക് ക്യാരക്ടർ. ഇഫ് ഓൾ ദ ഓർബിറ്റൽസ് ആർ ഫുള്ളി ഫിൽഡ്, അതായത് ഇപ്പോൾ ചില ഓർബിറ്റൽസിന്റെ കേസിൽ അത് ഫുള്ളി ഫിൽഡ് ആയിരിക്കും. അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ ഡയാമാഗ്നറ്റിക് എന്നാണ് പറയുന്നത്. ഇനി ചില സബ്സ്റ്റൻസ്, അതായത് ഇഫ് സം ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ആർ ദർ, ഓക്കെ, പകുതി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ഉണ്ട്, ദ സബ്സ്റ്റൻസ്, അങ്ങനെയുള്ള സബ്സ്റ്റൻസിന് നമ്മൾ പാരാമാഗ്നറ്റിക്. ഓക്കെ, അങ്ങനെയുള്ള സബ്സ്റ്റൻസ്, ദ സബ്സ്റ്റൻസ് ഇസ് പാരാമാഗ്നറ്റിക്. അങ്ങനെയുള്ള സബ്സ്റ്റൻസ് എന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉള്ളത് പാരാമാഗ്നറ്റിക്കും, ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ആണെങ്കിൽ അത് ഡയാമാഗ്നറ്റിക്കും ആയിരിക്കും. സ്പിൻ ക്വാണ്ടം നമ്പറിന് രണ്ട് വാല്യൂസ് ആണുള്ളത്, പ്ലസ് ഹാഫ് ആൻഡ് മൈനസ് ഹാഫ്. അതായത് ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും സ്പിന്നിങ്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ക്വാണ്ടം നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചു. 4 ക്വാണ്ടം നമ്പേഴ്സിന്റെ എന്താണ് അവർ ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റേഴ്സും പഠിച്ചു അല്ലേ? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുമ്പോൾ ML വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സ്പിൻ ക്വാണ്ടം നമ്പർ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഒരു സ്മോൾ s ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. Fourth question, what are the shape of SPD orbitals? Okay, SPD orbital shape എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ S ഓർബിറ്റലിന്റെ ഷേപ്പ് എന്താണ്? Yes, S ഓർബിറ്റലിന്റെ ഷേപ്പ് സ്ഫെറിക്കൽ ഷേപ്പ് ആണെന്ന് ഓർത്തിരിക്കുക. P ഓർബിറ്റൽ ഡംബൽ ആൻഡ് D ഓർബിറ്റൽ ഒരു ക്ലവർ ലീഫ് ഷേപ്ഡ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, D ഓർബിറ്റൽ ക്ലവർ ലീഫ് ഷേപ്പ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ 3 ഓർബിറ്റൽസിന്റെ ഷേപ്പ് മറന്നു പോകരുത്. ഓക്കെ, fifth question, write a set of quantum numbers for 4f orbitals. Okay, 4f ഓർബിറ്റലിനുള്ള സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 4f ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ ഇതിൽ 4 എന്താ ഡിനോട്ട് ചെയ്യുന്നത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. ഓക്കെ, അപ്പോൾ n is equal to എന്താണ്? 4 ആണ്. അപ്പോൾ n ന്റെ വാല്യൂ 4 ആണ്. അപ്പോൾ n ന്റെ വാല്യൂ 4 ആണെങ്കിൽ അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? നമ്മൾ പറഞ്ഞു 0 to n minus 1 വരെയാണ് റേഞ്ച് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ n minus 1 എന്ന് പറയുമ്പോൾ എത്രയാണ്? 3. ഓക്കെ, അപ്പോൾ അസിമുതൽ ക്വാണ്ടം നമ്പർ L എത്രയാണ്? 3 ആണ്. ഇനി
മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറിന്റെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഫോർ ഈച്ച് വാല്യൂ ഓഫ് അസിമുതൽ കോണ്ടന്റ് നമ്പർ L there can be 2L plus 1 values ranging from -L to +L. അപ്പോൾ Lന്റെ വാല്യൂ 3 ആണ് എങ്കിൽ 2L plus 1 എത്രയായിരിക്കും? 7 ആയിരിക്കും. അപ്പോൾ -3 തൊട്ട് +3 വരെ 7 വാല്യൂസ് റേഞ്ച് ചെയ്യുന്നതായിരിക്കും നമ്മുടെ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, 3 2 1 0 -1 -2 -3 അങ്ങനെ നമുക്ക് 2L plus 1 വാല്യൂസ് കിട്ടി. -3 തൊട്ട് +3 വരെ റേഞ്ച് ചെയ്യുന്നതാണ് നമ്മുടെ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 4f ഓർബിറ്റലിന്റെ സെറ്റ് ഓഫ് കോണ്ടന്റ് നമ്പേഴ്സ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, next question, describe the electrons defined by the following quantum numbers. Okay, അപ്പോൾ നമുക്ക് ഇവിടെ ക്വാണ്ടം നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഇലക്ട്രോൺ ഏത് ഓർബിറ്റലിലാണ് എന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ n = 3 ആണ് വാല്യൂ തന്നിരിക്കുന്നത്. n 3 ആണ്, പക്ഷേ അസിമുതൽ ക്വാണ്ടം നമ്പർ 0യും മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ 0യും ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, n പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3 ആണ്, അസിമുതൽ ക്വാണ്ടം നമ്പർ L = 0 ആൻഡ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ Ml = 0. അങ്ങനെയാണെങ്കിൽ അതൊരു 3s ഇലക്ട്രോൺ അല്ലെങ്കിൽ 3s ഓർബിറ്റൽ ആയിരിക്കും. ഓക്കെ, 3s അല്ലെങ്കിൽ 3s ഓർബിറ്റൽ ആയിരിക്കും അത്. ഇനി n = 2, അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2ഉം അസിമുതൽ ക്വാണ്ടം നമ്പർ Lഉം മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ 1ഉം ആണെങ്കിൽ 2 ആണ്. n എന്ന് പറഞ്ഞാൽ 2 ആണ്, L 1 ആകുമ്പോൾ 2p ഓർബിറ്റൽ ആയിരിക്കും. ഇനി n 4 ആണെങ്കിൽ 4 ആണ്, L 2 ആണ്, Ml എന്ന് പറഞ്ഞാൽ -1 ആണ്. അങ്ങനെയാണെങ്കിൽ അത് 4d ഓർബിറ്റൽ ആയിരിക്കും. 4d ഓർബിറ്റൽ. n = 2, n = 4, L = 2. അസിമുതൽ ക്വാണ്ടം നമ്പർ 2 ആവുമ്പോൾ അത് 4d ഇലക്ട്രോൺ അല്ലെങ്കിൽ 4d ഓർബിറ്റൽ ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, 7th question, an electron is in the one of the 3d orbitals. Give the possible value of n, L and Ml for this electron. Okay, അപ്പോൾ നേരത്തെ പോലെ തന്നെ സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് 3d ഓർബിറ്റലിന്റെ. ഓക്കെ, അപ്പോൾ n എത്രയായിരിക്കും? n 3 ആയിരിക്കും അല്ലേ? അപ്പോൾ L എത്രയാണ്? യെസ്, n-1 2 ആയിരിക്കും. അപ്പോൾ L 2 ആണെങ്കിൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കണേ? 2L plus 1. അപ്പോൾ നമ്മുടെ വാല്യൂസ് എങ്ങനെ വരും? -2 -1 0 +1 +2. ഓക്കെ, ഇതാണ് ആൻസർ. 8th question, which series of lines of hydrogen spectrum are found in the visible region? അപ്പോൾ വിസിബിൾ റീജിയനിൽ വരുന്ന നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ കുറേ സീരീസ് ഓഫ് ലൈൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വിസിബിൾ റീജിയനിൽ വരുന്ന ആ ലൈൻ സീരീസ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? പാഷൻ സീരീസ്, ബാൽമർ സീരീസ്, ലൈമാൻ സീരീസ്, നൺ ഓഫ് ദ എബവ്. ഏതാണ് ആൻസർ? യെസ്, ബാൽമർ സീരീസ് ആണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ വിസിബിൾ റീജിയനിൽ വരുന്നത്. ഓക്കെ, ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ബാൽമർ സീരീസ് ആണ് വിസിബിൾ റീജിയനിൽ വരുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ബാൽമർ സീരീസ് എവിടെയാണ്? വിസിബിൾ റീജിയനിലാണ്. ഇനി ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ അതായത് ഓരോ സീരീസും എവിടെയാണ് വരുന്നത് എന്ന് നോക്കി വെച്ചേക്കുക. ലൈമാൻ സീരീസ് UV റീജിയനിലാണ് വരുന്നത്. ഓക്കെ, ലൈമാൻ സീരീസ് വരുന്ന എവിടെയാണ്? UV റീജിയനിലാണ്. അതുപോലെ ബാൽമർ സീരീസ് നമ്മളിപ്പോൾ പറഞ്ഞു വിസിബിൾ റീജിയനിലാണ് ബാൽമർ സീരീസ് വരുന്നത്. അത് കഴിഞ്ഞുള്ള ബാക്കി എല്ലാ സീരീസും വരുന്നത്, അതായത് പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, P1 സീരീസ് എല്ലാം വരുന്നത്, അവരെല്ലാം ലൈ ചെയ്യുന്ന എവിടെയാണ്? ഇൻഫ്രാറെഡ് റീജിയൻ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇൻഫ്രാറെഡ് റീജിയനിലാണ് പാഷൻ സീരീസും ബ്രാക്കറ്റ് സീരീസും P1 സീരീസും ലൈസ് ഇൻ ദ ഇൻഫ്രാറെഡ് റീജിയൻ. അപ്പോൾ ലൈമാൻ സീരീസ് UV റീജിയനിലാണ്, ബാൽമർ സീരീസ് വിസിബിൾ റീജിയനിലാണ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, P1 സീരീസ് എല്ലാം ബാക്കിയുള്ള 3 സീരീസും ലൈ ചെയ്യുന്ന എവിടെയാണ്? ഇൻഫ്രാറെഡ് റീജിയനിലാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. 9th question, what is the maximum number of emission lines when the excited electron of a H atom in n = 6 drops to the ground state?
ഓക്കെ, അപ്പോൾ ഈ ഹൈഡ്രജൻ സ്പെക്ട്രം നമ്മൾ പഠിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ലെവലിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ഒരു ഇലക്ട്രോൺ വരികയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എമിഷൻ ലൈൻസിൻ്റെ ആ നമ്പർ ഓഫ് എമിഷൻ ലൈൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന n=6 എന്ന് പറയുന്ന ആ ഒരു പ്ലേസിൽ നിന്ന് ഈ ഇലക്ട്രോൺ ഡ്രോപ്പ് ചെയ്യാണ് ടു ഗ്രൗണ്ട് സ്റ്റേറ്റിൽ. അപ്പോൾ ഉണ്ടാവുന്ന മാക്സിമം നമ്പർ ഓഫ് എമിഷൻ ലൈൻസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ, അതായത് the number of lines produced when electrons jump or drops from the nth shell to the ground state. Okay, അപ്പോൾ nth ഷെല്ലിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക്, ഓക്കെ, ഇലക്ട്രോൺ ഫ്രം ദ nth ഷെൽ ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ലൈൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത് n×n-1/2. ഓക്കെ, n×n-1/2. n നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ്? n=6 ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താ ആൻസർ കിട്ടുന്നത്? 15 ആണ്. അപ്പോൾ 15 നമ്പർ ഓഫ് എമിഷൻ ലൈൻസ് ഉണ്ടാകും. ഓക്കെ, 15 നമ്പർ ഓഫ് എമിഷൻ ലൈൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, 10th question. A scientist suggested that the energy of an electron in a particular path remains constant. Okay, a scientist suggested that the energy of an electron in a particular path remains constant. Can you identify the scientist who suggested this statement? അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് സജസ്റ്റ് ചെയ്ത സയന്റിസ്റ്റ് ആരാണ്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഹെർട്സ്, ഓപ്ഷൻ ബി മാക്സ് പ്ലാങ്ക്, ഓപ്ഷൻ സി ചാൺവിക്, ഓപ്ഷൻ ഡി നീൽസ് ബോർ. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ഓപ്ഷൻ ഡി നീൽസ് ബോർ ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി നീൽസ് ബോർ ആണ്. അതായത് ദ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ എ പെർട്ടിക്കുലർ പാത്ത് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഒരു പെർട്ടിക്കുലർ പാത്തിലൂടെയുള്ള ഒരു ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെ പറഞ്ഞത് നീൽസ് ബോർ ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. 11th question. A transition metal ion exists in its highest oxidation state. It is expected to behave as. Okay, ഒരു ട്രാൻസിഷൻ മെറ്റൽ അയോൺ എക്സിസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. സോ ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബിഹേവ് ആസ്. അത് എന്തായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സെൻട്രൽ മെറ്റൽ ഇൻ എ കോർഡിനേഷൻ കോമ്പൗണ്ട്, ആൻ ഓക്സിഡൈസിങ് ഏജന്റ്, a reducing agent, last option all the above. എന്തായിരിക്കും നമ്മൾ അതിൻ്റെ ബിഹേവിയർ എന്തായിരിക്കും? യെസ്, an oxidizing agent ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതെന്തായിരിക്കും? ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടാണ് അത് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. 12th question. For alkali metals, which one of the following trends is incorrect? ഓക്കെ, അപ്പോൾ ഒരു ആൽക്കലി മെറ്റൽസിന്റെ കേസിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇൻകറക്റ്റ് ഏതാണ്? അപ്പോൾ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അയണൈസേഷൻ എനർജി, ഓപ്ഷൻ എ എന്താണ്? അയണൈസേഷൻ എനർജി. ലിഥിയം ഗ്രേറ്റർ ദാൻ സോഡിയം ഗ്രേറ്റർ ദാൻ പൊട്ടാസ്യം ഗ്രേറ്റർ ദാൻ റുബീഡിയം. ഓക്കെ, ഇതാണ് അയണൈസേഷൻ എനർജിയുടെ ഓർഡർ തന്നിരിക്കുന്നത്. അറ്റോമിക് സൈസിന്റെ ഓർഡർ ഇങ്ങനെയാണ്: ലിഥിയം ലെസ് ദാൻ സോഡിയം ലെസ് ദാൻ പൊട്ടാസ്യം ലെസ് ദാൻ റുബീഡിയം. ഡെൻസിറ്റി ആണെങ്കിലോ ഡെൻസിറ്റി തന്നിരിക്കുന്നത് എന്താണ്? ലിഥിയം ലെസ് ദാൻ സോഡിയം ലെസ് ദാൻ പൊട്ടാസ്യം ലെസ് ദാൻ റുബീഡിയം ആണ്. ലാസ്റ്റ് ഓപ്ഷൻ ഹൈഡ്രേഷൻ എനർജി ആണ്. ഹൈഡ്രേഷൻ എനർജിയുടെ ഓർഡർ തന്നിരിക്കുന്നത് എങ്ങനെയാണ്? ലിഥിയം ഇസ് ഗ്രേറ്റർ ദാൻ സോഡിയം ഗ്രേറ്റർ ദാൻ പൊട്ടാസ്യം ഗ്രേറ്റർ ദാൻ റുബീഡിയം. അപ്പോൾ ഇതാണ് ഹൈഡ്രേഷൻ എനർജി. അപ്പോൾ ഇതിൽ ഏതാണ് ഇൻകറക്റ്റ്? അതൊരു ആൽക്കലി മെറ്റൽസിന്റെ കേസിൽ താഴെ തന്നിരിക്കുന്നതിൽ ഇൻകറക്റ്റ് ഏതാണ്? യെസ്, ഡെൻസിറ്റിയിലാണ്. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി ആണ് ഇവിടുത്തെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ട്രെൻഡ്സ്. ഓക്കെ, അതൊന്ന് നോക്കി വെച്ചേക്കാം. 13th question. Most malleable metal. ഏതാണ് മോസ്റ്റ് മാല്യബിൾ ആയിട്ടുള്ള മെറ്റൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഗാലിയം, ഓപ്ഷൻ ബി കോപ്പർ, ഓപ്ഷൻ സി ഗോൾഡ്, ഓപ്ഷൻ ഡി പ്ലാറ്റിനം. നമുക്കറിയാവുന്ന ഒരു ആൻസർ ആണ് അല്ലേ? ഓപ്ഷൻ സി ഗോൾഡ്. അപ്പോൾ നമ്മുടെ ക്ലാസ് എല്ലാവരും ഫുള്ളായിട്ട് കാണുക കേട്ടോ. കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ക്വസ്റ്റ്യൻസ് എല്ലാവരും എഴുതി വെക്കുക കേട്ടോ, എന്നിട്ട് പഠിക്കുക, ഫുള്ളായിട്ട് കാണുക.
അപ്പോൾ 13th ക്വസ്റ്റ്യൻ എന്താണ്? ദ മോസ്റ്റ് വാല്യുബിൾ മെറ്റൽ ഏതാണ്? ഗോൾഡ്. 14th question, most ductile metal ഏതാണ്? ഓപ്ഷൻ എ ഗോൾഡ്, ഓപ്ഷൻ ബി സിൽവർ, ഓപ്ഷൻ സി പ്ലാറ്റിനം, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഏതാണ് ആൻസർ? യെസ്, ഓപ്ഷൻ സി പ്ലാറ്റിനം ആണ് മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റൽ. ഓക്കെ, മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റൽ ഏതാണ്? ഓപ്ഷൻ സി പ്ലാറ്റിനം. Which of the following is a natural fiber? 15th question. Which of the following is a natural fiber? Natural fiber ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നൈലോൺ, ഓപ്ഷൻ ബി സിൽക്ക്, ഓപ്ഷൻ സി റയോൺ, ഓപ്ഷൻ ഡി ഓൾ ദ എബവ്. ഏതാണ് നാച്ചുറൽ ആയിട്ടുള്ള ഫൈബർ? ഓപ്ഷൻ സി റയോൺ ആണ്. ഓക്കെ, റയോൺ ആണ് നാച്ചുറൽ ഫൈബർ എന്ന് ഓർത്തിരിക്കുക. നാച്ചുറൽ ഫൈബർ റയോൺ. 16th question. Which of the following is a synthetic fiber? Synthetic fiber ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ജൂട്ട്, ഓപ്ഷൻ ബി കോട്ടൺ, ഓപ്ഷൻ സി പോളിസ്റ്റർ, ഓപ്ഷൻ ഡി സിൽക്ക്. അപ്പോൾ സിന്തറ്റിക് ഫൈബറിന് എക്സാമ്പിൾ അല്ലെങ്കിൽ സിന്തറ്റിക് ഫൈബർ എന്ന് പറയുന്നത് സിൽക്ക് ആണ്. ഓക്കെ. 17th question. C612, C614 are dash. ഓക്കെ, dash. C612, C614 R dash. എന്താണ്? ഐസോമേഴ്സ് ആണോ, ഐസോബാർസ് ആണോ, ഐസോടോപ്സ് ആണോ, അതോ മോളിക്യൂൾസ് ആണോ? എന്താണ്? യെസ്, അതായത് C612, C614 എന്ന് പറഞ്ഞാൽ ഐസോടോപ്സ് ആണ്. എന്താണ് ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ? യെസ്, മാസ് നമ്പറിൽ വ്യത്യാസം ഉണ്ടാവും, അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും. അങ്ങനെയുള്ള എലിമെന്റ്സ് നമ്മൾ ഐസോടോപ്സ് എന്ന് പറയും. ഓക്കെ, മാസ് നമ്പർ ഡിഫറെന്റ്, അറ്റോമിക് നമ്പർ സെയിം, അതാണ് ഐസോടോപ്സ്. ഇനി എന്താണ് ഐസോബാർസ് എന്ന് പറഞ്ഞാൽ? ഐസോബാർ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് അറ്റോമിക് നമ്പർ ബട്ട് സെയിം മാസ് നമ്പർ. അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണ്, പക്ഷേ മാസ് നമ്പർ എന്താണ്? സെയിം ആണ്. അതാണ് ഐസോബാർ എന്ന് പറയുന്നത്. ഇനി ടോൺസ് ഉണ്ട് കേട്ടോ, ഐസോടോൺസ് ഉണ്ട്. ഐസോടോൺസ് എന്ന് പറഞ്ഞാൽ എലമെന്റ്സ് വിത്ത് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ബട്ട് ഡിഫറെന്റ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് ഐസോടോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഐസോടോൺസ് എന്ന് പറഞ്ഞാൽ എലമെന്റ്സ് വിത്ത് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ബട്ട് ഡിഫറെന്റ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ദാറ്റ് ഈസ് നോൺ ആസ് ഐസോടോൺസ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഐസോടോപ്സ് ആണ്. ഐസോടോപ്സ്. അറ്റോമിക് നമ്പർ സെയിം, കണ്ടോ, C6 അറ്റോമിക് നമ്പർ സെയിം ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ, അതാണ് എന്ത്? ഐസോടോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. 18th question. Cryolite is combined ore of dash. Cryolite is the combined ore of dash. അതായത് ക്രയോലൈറ്റ് എന്ന് പറയുന്നത് കമ്പൈൻഡ് ഓർ ഓഫ് എന്തിൻ്റെ കമ്പൈൻഡ് ഓർ ആണ്? എന്തൊക്കെ ചേർന്നതാണ് ക്രയോലൈറ്റ് എന്ന് പറയുന്നത്? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അലൂമിനിയം പ്ലസ് സിങ്ക്, ഓപ്ഷൻ ബി അലൂമിനിയം പ്ലസ് കോപ്പർ, ഓപ്ഷൻ സി അലൂമിനിയം പ്ലസ് സോഡിയം, ഓപ്ഷൻ ഡി അലൂമിനിയം പ്ലസ് ലെഡ്. എന്താണ് ആൻസർ? ഓപ്ഷൻ സി ആണ്, അലൂമിനിയം പ്ലസ് സോഡിയം ആണ് ക്രയോലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രയോലൈറ്റ് ഇസ് എ കമ്പൈൻഡ് ഓർ ഓഫ് അലൂമിനിയം പ്ലസ് സോഡിയം ആണ്. 19th question. The chief ore of copper. കോപ്പറിന്റെ ചീഫ് ഓർ ഏതാണ്? ഓപ്ഷൻ എ മാഗ്നറ്റൈറ്റ്, ഓപ്ഷൻ ബി ക്രയോലൈറ്റ്, ഓപ്ഷൻ സി കോപ്പർ പൈറൈറ്റ്, ഓപ്ഷൻ ഡി ഓൾ ദ എബവ്. ഏതാണ് കോപ്പറിന്റെ ചീഫ് ഓർ? കോപ്പർ പൈറൈറ്റ് ആണ് കേട്ടോ. കോപ്പർ പൈറൈറ്റ്സ് ആണ് ചീഫ് ഓർ ഓഫ് കോപ്പർ. ഓക്കെ. 20th question. An amalgam is an alloy of metal with dash. അമാൽഗം എന്ന് പറഞ്ഞാൽ is an alloy of metal with dash. എന്താണ് ആൻസർ? കാർബൺ, പ്ലാറ്റിനം, മെർക്കുറി, നൺ ഓഫ് ദ എബവ്. മെർക്കുറി ആണ് കേട്ടോ. അപ്പോൾ അമാൽഗം എന്ന് പറഞ്ഞാൽ അമാൽഗം is an alloy of metal with മെർക്കുറി ആണ്. ഓക്കെ. 21th question. മെറ്റൽസ് പ്രസന്റ് ഇൻ ബ്രാസ് ആർ. അതായത് ബ്രാസിൽ ഉള്ള മെറ്റൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അലൂമിനിയം കോപ്പർ, ഓപ്ഷൻ ബി ലെഡ് കോപ്പർ, ഓപ്ഷൻ സി കോപ്പർ ഗോൾഡ്, ഓപ്ഷൻ ഡി
സിങ്ക് കോപ്പർ. ഏതാണ് ആൻസർ? യെസ്, സിങ്ക് പ്ലസ് കോപ്പർ ആണ് ബ്രാസ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിങ്കും കോപ്പറും കൂടെ ചേർന്നതാണ് ബ്രാസ്. 22nd question. Consider the following statement. Electroplating is not only leads to protection but also enhances metallic appearance. Then next statement, it is a method of coating the metal over the another by electric current. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. A സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? ഇലക്ട്രോപ്ലേറ്റിംഗ് is not only leads to protection but also enhances metallic appearance അല്ലേ? സെക്കൻഡ് പറയുന്നത് it is a method of coating the metal over the another by electric current. ഓക്കെ, അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ബോത്ത് എ ആൻഡ് ബി ആർ റോങ്, ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്, ബോത്ത് ഓപ്ഷൻ സി എ ഈസ് ട്രൂ ബട്ട് ബി ഈസ് ഫോൾസ്, ഓപ്ഷൻ ഡി ബി ഈസ് ട്രൂ ആൻഡ് എ ഈസ് ഫോൾസ്. ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ ബി ആണ് അല്ലേ? ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഇറ്റ്സ് എ കോട്ടിംഗ് ഓഫ് വൺ മെറ്റൽ ഓവർ അനദർ. ഒരു മെറ്റലിന്റെ പുറത്ത് വേറൊരു മെറ്റൽ കോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്, ഇലക്ട്രിക് കറണ്ട് യൂസ് ചെയ്തുകൊണ്ട്. അതുപോലെ ഇലക്ട്രിക് പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നോട്ട് ഓൺലി ലീഡ്സ് ടു പ്രൊട്ടക്ഷൻ ബട്ട് ഓൾസോ എൻഹാൻസസ് മെറ്റാലിക് അപ്പിയറൻസ്. ഓക്കെ, മെറ്റാലിക് അപ്പിയറൻസും അത് എന്ത് ചെയ്യുന്നുണ്ട്? എൻഹാൻസ് ചെയ്യുന്നുണ്ട് ഇലക്ട്രോപ്ലേറ്റിംഗ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. Question number 23. Oxide ores can be concentrated by dash method. Oxide ore, നമ്മൾ മെറ്റൽസ് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ കുറേ കോൺസെൻട്രേഷൻ മെത്തേഡ്സ് പഠിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ അതിൽ ഓക്സൈഡ് ഓർസ് ക്യാൻ ബി കോൺസെൻട്രേറ്റഡ് ബൈ ഡാഷ് മെത്തേഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസസ് ഓഫ് റിമൂവിങ് ഇംപ്യൂരിറ്റീസ് ഫ്രം ദ ഓർ ഒപ്റ്റെയിൻ ഫ്രം ദ എർത്ത് ക്രസ്റ്റ്. അതായത് എർത്ത് ക്രസ്റ്റിൽ നിന്ന് നമ്മൾ ഒപ്റ്റെയിൻ ചെയ്ത ഓറിൽ നിന്നും ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ഈ കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറയുന്നത്. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് മെയിനായിട്ട് 4 പ്രോസസ്സ് പഠിക്കാനുണ്ട്. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് ഓറിൽ 4 പ്രോസസ്സ് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ലെവിഗേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ലെവിഗേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഈ ഓക്സൈഡ് ഓർ കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സൈഡ്സ് ഓറിനാണ് നമ്മൾ മെയിനായിട്ട് ലെവിഗേഷൻ യൂസ് ചെയ്യുന്നത്. അതായത് അയൺ ഓർ അല്ലെങ്കിൽ ഗോൾഡിൻ്റെ ഓർ അതെല്ലാം അതിൽ നിന്നെല്ലാം ഇമ്പ്യൂരിറ്റീസിനെ സെപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതായത് ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലെവിഗേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് കോൺസെൻട്രേഷൻ ഓഫ് ഓക്സൈഡ് ഓർ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലെവിഗേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലെവിഗേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്? ലൈറ്റർ ഇംപ്യൂരിറ്റീസ് ആൻഡ് ഡെൻസർ ഓർ ആയിരിക്കും. ഓക്കെ, ഇംപ്യൂരിറ്റീസ് വളരെ ലൈറ്റർ ആയിരിക്കും, പക്ഷെ ഓർ നല്ല ഡെൻസർ ആയിരിക്കും. അപ്പോൾ വാട്ടറിൽ വാഷ് ചെയ്യുമ്പോൾ ഈ ലൈറ്റർ ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ആയി പോകും. ഓക്കെ, അതാണ് ലെവിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സൈഡ് ഓർസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ലെവിഗേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യന് ഉള്ള ആൻസർ നമുക്ക് കിട്ടി. എന്താണ്? ലെവിഗേഷൻ ആണ് അല്ലേ? ഓക്സൈഡ് ഓർസ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്? ലെവിഗേഷൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ഇനി എന്താണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്? ഈ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാൽ സൾഫൈഡ് ഓറില്ലേ, സൾഫൈഡ് ഓറുകളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫ്രോത്ത് ഫ്ലോട്ടേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ എടുക്കുന്ന ഓർ എന്ന് പറഞ്ഞാൽ അതിൽ ഹെവിയർ ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസും ലൈറ്റർ ഓറും ആണെങ്കിൽ, ഓക്കെ, ഹെവിയർ ഇംപ്യൂരിറ്റീസ് ലൈറ്റർ ഓറും ആണെങ്കിൽ നമ്മൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഫ്രോത്ത് ഫ്ലോട്ടേഷനിൽ എന്താ നമ്മൾ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ പൈൻ ഓയിൽ, വാട്ടർ, അതുപോലെ നമ്മൾ പവേർഡ് ഓർ നമ്മൾ മിക്സ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ അതിലെന്താ പത വരും, ഈ ഫ്രോത്ത് ഫോം ചെയ്യും. അപ്പോൾ ഈ ഫ്രോത്തിനോടൊപ്പം ഈ നമ്മുടെ ലൈറ്റർ ആയിട്ടുള്ള ഓർസ് ഫ്ലോട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഡെൻസർ ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ ഹെവിയർ ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ് താഴെ വരും. നമ്മൾ ഈ ഫ്രോത്ത് ഫോം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഓറ്, ഓക്കെ, ഓറ് ലൈറ്റർ ആയിട്ടുള്ള ഓറ് അതിനോടൊപ്പം ഉണ്ടാകും. അപ്പം നമുക്കത് ജസ്റ്റ് റിമൂവ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ, ആ ഇംപ്യൂരിറ്റീസിൽ നിന്ന് നമുക്ക് ഓറിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് സൾഫൈഡ് ഓറിൻ്റെ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ യൂസ് ചെയ്യുന്നത്.
ഇനി മൂന്നാമത്തെ ഒരു പ്രോസസ്സാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുന്നത് അതായത് ഒന്നില്ലെങ്കിൽ ആ ഓറിന് ഒരു മാഗ്നറ്റിക് നേച്ചർ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസ് മാഗ്നറ്റിക് നേച്ചർ ഉള്ളതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് യൂസ് ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പത്തിലുള്ള ഒരു പ്രോസസ്സാണ്. അതായത് ഓറിന് ഒന്നല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആയിരിക്കണം, അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവണം, ഏതെങ്കിലും ഒന്നിന് മാത്രം. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് മാഗ്നറ്റൈറ്റ്, ഓക്കെ, മാഗ്നറ്റൈറ്റിൻ്റെ കോൺസെൻട്രേഷനാണ് നമ്മൾ മെയിൻലി ഈ മാഗ്നറ്റിക് സെപ്പറേഷൻ യൂസ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി ഒരു പ്രോസസ്സ് ഉള്ളതാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ലീച്ചിങ് എന്ന് പറഞ്ഞാൽ ഡിസോൾവിങ് ഓർ ഇൻ എ സ്യൂട്ടബിൾ സോൾവെൻറ്റ് ആൻഡ് ഇൻസൊല്യൂബിൾ ഇംപ്യൂരിറ്റീസ് ആർ ഫിൽട്ടേർഡ് ഓഫ്. അപ്പോൾ അതായത് ഡിസോൾവിങ് ഓർ ഇൻ ഒരു സ്യൂട്ടബിൾ സൊല്യൂഷൻ എടുത്ത്, ഒരു സ്യൂട്ടബിൾ സോൾവെൻറ്റ് എടുത്തിട്ട് നമ്മളതിൽ ഈ ഓറിനെ ഡിസോൾവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഓർ എന്ന് പറയുന്നത് ഡിസോൾവ് ചെയ്യുന്ന, ഓക്കെ, ആ ഒരു സ്യൂട്ടബിൾ സോൾവെന്റിൽ ഡിസോൾവ് ആയി പോകുന്ന ഓർ ആയിരിക്കും. അങ്ങനെയുള്ള കേസ്, അങ്ങനെയുള്ള ഒരു ഓർ ആണെങ്കിൽ നമ്മൾ അതിനോട് സ്യൂട്ടബിൾ ആയിട്ടുള്ള സോൾവെന്റിൽ ഈ ഓറിനെ ഡിസോൾവ് ചെയ്യിച്ചിട്ട് അതിലുള്ള ഇംപ്യൂരിറ്റീസ് എന്ത് ചെയ്യുന്നു, ഇൻസൊല്യൂബിൾ ആയിട്ട് മാറുന്നു. ഓക്കെ, ഇൻസൊല്യൂബിൾ ആയിട്ട് ഇംപ്യൂരിറ്റീസ് മാറുന്നു. അപ്പോൾ ഈ ഇൻസൊല്യൂബിൾ ആയിട്ട് നിൽക്കുന്ന ഇംപ്യൂരിറ്റീസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഫിൽട്ടർ ചെയ്ത് മാറ്റാം. ഓക്കെ, സൊല്യൂബിൾ ആയിട്ടുള്ള ഓറ് അതിൻ്റെ സ്യൂട്ടബിൾ സോൾവെൻറ്റിൽ നല്ലോണം ഡിസോൾവ് ആയി പോകും, ഇംപ്യൂരിറ്റീസ് സൊല്യൂബിൾ ആവത്തില്ല, അതിനെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് മാറ്റാൻ പറ്റും. അതാണ് ലീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. അത് ബോക്സൈറ്റ് ഓറുകൾക്കാണ് നമ്മൾ ലീച്ചിങ് എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഓക്സൈഡ് ഓറുകളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മെയിൻ പ്രോസസ്സ് എന്താണ്, ലെവിഗേഷൻ ആണ്. ലെവിഗേഷനിൽ എന്താ സംഭവിക്കുന്നത്, ലൈറ്റർ ഇംപ്യൂരിറ്റീസ് ആയിരിക്കും, ഡെൻസർ ഓർ ആയിരിക്കും. അപ്പോൾ വാട്ടറിൽ വാഷ് ചെയ്യുമ്പോൾ ഈ ഡെൻസർ ആയിട്ടുള്ള ഓറുകൾ എന്ത് ചെയ്യും, താഴേക്ക് സെറ്റിൽ ഡൗൺ ചെയ്യും, ലൈറ്റർ ഇംപ്യൂരിറ്റീസ് മുകളിൽ കിടക്കും. അപ്പോൾ നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ അയൺ ഓറ്, ഗോൾഡ് ഓറ്, ഇതിനൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ലെവിഗേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് യൂസ് ചെയ്യണമെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, next question, sulfide ores usually concentrated by dash method. നമ്മൾ ഇത്തിരി മുമ്പ് പറഞ്ഞു അല്ലേ, സൾഫൈഡ് ഓർ എങ്ങനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? യെസ്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സൾഫൈഡ് ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണെന്ന് ഓർത്തിരിക്കുക. 25th question, which ore of iron is called as fool's gold? Okay, fool's gold അല്ലെങ്കിൽ വിഡ്ഢികളുടെ സ്വർണം എന്ന് അറിയപ്പെടുന്ന അയണിന്റെ ഓർ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ്, അയൺ പൈറൈറ്റ്സ്, മാഗ്നറ്റൈറ്റ്, ഹേമന്റൈറ്റ്, ഓൾ ഓഫ് ദ എബവ്. ഓക്കെ, ഇതിൽ ഏതാണ് ഫൂൾസ് ഗോൾഡ് എന്ന് അറിയപ്പെടുന്നത്? യെസ്, അയൺ പൈറൈറ്റ്സ് ആണ് ഫൂൾസ് ഗോൾഡ് എന്ന് അറിയപ്പെടുന്നത്. Question number 26. Select the most reactive metal pair from the following. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ മോസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ പെയർ, ഓക്കെ, മെറ്റൽ പെയർ എഴുതാനായിട്ടാണ് നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് വെച്ചിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് റിയാക്ടിവിറ്റി സീരീസ്? arrangement of metals in the descending order of their reactivities. അതായത് അവരുടെ റിയാക്ടിവിറ്റീസിന്റെ ബേസിസിൽ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ മെറ്റൽസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മോസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ്, മോസ്റ്റ് റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ മോസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് തൊട്ട് താഴേക്ക് നമ്മൾ ലീസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അതിനെയാണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ ഏറ്റവും മോസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ പെയർ ഏതാണ് ഇതിൽ? യെസ്, ഓപ്ഷൻ സി ആണ്, പൊട്ടാസ്യം സോഡിയം. പൊട്ടാസ്യം സോഡിയം ഏറ്റവും ആദ്യം വരുന്നത് പൊട്ടാസ്യം ആണ്, അത് കഴിഞ്ഞ് സോഡിയം ആണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും മോസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ളത് പൊട്ടാസ്യം ആണ്, അത് കഴിഞ്ഞ് സോഡിയം ആണ്. ഓക്കെ, അപ്പോൾ അതാണ് റിയാക്ടിവിറ്റി സീരീസിൽ ഏറ്റവും ആദ്യം വരുന്നത് പൊട്ടാസ്യം സോഡിയം, അത് കഴിഞ്ഞ് കാൽഷ്യം മഗ്നീഷ്യം, പിന്നെ അലൂമിനിയം സിങ്ക്, അയൺ നിക്കൽ, ടിൻ ലെഡ്, ഹൈഡ്രജൻ കോപ്പർ മെർക്കുറി, സിൽവർ ഗോൾഡ് പ്ലാറ്റിനം. ഈ ഹൈഡ്രജൻ പറഞ്ഞില്ലേ, ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഒരു നോൺ മെറ്റൽ ആണ്. ശരിക്കും അതൊരു കമ്പാരിസന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഈ റിയാക്ടിവിറ്റി സീരീസിൽ കമ്പാരിസന് വേണ്ടിയിട്ടാണ് നമ്മളത്
പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് ഹൈഡ്രജന് മുകളിലേക്കുള്ളത് എന്താണ്, കുറച്ച് റിയാക്ടിവിറ്റി കൂടുതലാണ്. ഹൈഡ്രജന് താഴേക്ക് വരുമ്പോൾ അത് ലീസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് റിയാക്ടിവിറ്റി സീരീസ്. ഏറ്റവും മോസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലാണ് പൊട്ടാസ്യം, സോഡിയം. വളരെ ലീസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലാണ് പ്ലാറ്റിനം. ഓക്കെ, പ്ലാറ്റിനം എന്ന് പറയുന്നതാണ് വളരെ ലീസ്റ്റ് ആയിട്ടുള്ള റിയാക്റ്റീവ് ആണ് പ്ലാറ്റിനം എന്ന് പറയുന്നത്. ഓക്കെ, next question. Heating the concentrated ore in the absence of air at temperature below its melting point. This process of extraction of metals from concentrated ore is called as dash. അപ്പോൾ ഈ ഒരു പ്രോസസ്സ്, അതായത് കോൺസെൻട്രേറ്റഡ് ഓറിനെ ഹീറ്റ് ചെയ്യുന്നു ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ അറ്റ് ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ, ആ കോൺസെൻട്രേറ്റഡ് ഓറിൻ്റെ മെൽറ്റിംഗ് പോയിന്റിന് താഴെ ഉള്ള ടെമ്പറേച്ചറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺസെൻട്രേറ്റഡ് ഓറിനെ ഹീറ്റ് ചെയ്യുന്നു ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ ആണെന്നും കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡിനെ എന്താണ് വിളിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റെപ്പാണ്. അതായത് നമുക്ക് ഒരു എർത്ത് ക്രസ്റ്റിൽ നിന്ന് നമുക്ക് ഓർ കിട്ടുന്നു, അതിൽ നിന്ന് നമുക്ക് മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം അല്ലെ, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ചെയ്യണം. അപ്പോൾ അതിന് മെയിൻലി 3 പ്രോസസ്സാണുള്ളത്. ഫസ്റ്റ് പ്രോസസ്സ് എന്താണ്, കോൺസെൻട്രേഷൻ ഓഫ് ഓർ ആണ്. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് ഓർ, ആ ഒരു പ്രോസസ്സിലുള്ള സ്റ്റെപ്സ് എല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. കുറച്ച് മുമ്പുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ എല്ലാ സ്റ്റെപ്പും ഡിസ്കസ് ചെയ്തു. ഇനി അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പാണ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ എന്ന് പറയുന്നത്. ഓക്കെ, കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞ ഓറിൽ നിന്നും മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്, അതാണ് സെക്കൻഡ് പ്രോസസ്സ്. ലാസ്റ്റ് പ്രോസസ്സ് എന്താണ്, റിഫൈനിങ് ഓഫ് മെറ്റൽസ് ആണ്. ഓക്കെ, മെറ്റൽസിനെ റിഫൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് ലാസ്റ്റ് പ്രോസസ്സ്. അങ്ങനെ 3 പ്രോസസ്സാണ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസിൽ ഉള്ളത്. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പിലുള്ള ഈ പറഞ്ഞിരിക്കുന്ന പ്രോസസ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം കോൺസെൻട്രേറ്റഡ് ഓറിൽ 2 സ്റ്റെപ്പ് ഉണ്ട്. ഒന്ന് കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ ടു ഇറ്റ്സ് ഓക്സൈഡ്സ്, അതായത് കോൺസെൻട്രേറ്റഡ് ഓറിനെ അതിൻ്റെ ഓക്സൈഡ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ പ്രോസസ്സാണ് റിഡക്ഷൻ ഓഫ് ദ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഓക്സൈഡിനെ റിഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ റിഡക്ഷൻ നടത്തുക, അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ ടു ഇറ്റ്സ് ഓക്സൈഡ്, ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ അതിൻ്റെ ഓക്സൈഡാക്കി മാറ്റുന്ന ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ അതിൻ്റെ ഉള്ളിൽ 2 പ്രോസസ്സ് ഇൻക്ലൂഡഡ് ആണ്. ഒന്ന് കാൽസിനേഷനും രണ്ടാമത്തെ റോസ്റ്റിങ്ങും. കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീറ്റിംഗ് ദ കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ അറ്റ് ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്, അതാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. Okay, carbonates and hydroxides of metal decomposes to their oxides. ഇപ്പോൾ carbonates അല്ലെങ്കിൽ hydroxides, മെറ്റൽസിൻ്റെ കാർബണേറ്റ്സ് അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ്സ് എന്ത് ചെയ്യും, അതിൻ്റെ ഓക്സൈഡുകളാക്കി ഡീകമ്പോസ് ചെയ്യുന്ന പ്രോസസ്സാണ് കാൽസിനേഷൻ. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീറ്റിംഗ് ദ കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. ഓക്കെ, അതായത് എയറിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നു, ആ കോൺസെൻട്രേറ്റഡ് ഓറിനെ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എയറിൻ്റെ ആബ്സെൻസിൽ കോൺസെൻട്രേറ്റഡ് ഓറിനെ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്, കാൽസിനേഷനും. എയറിൻ്റെ പ്രസൻസിൽ കോൺസെൻട്രേറ്റഡ് ഓറിനെ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സ് റോസ്റ്റിങ്ങും ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ എന്താ വരുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഹീറ്റിംഗ് ദ കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ അറ്റ് ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. ആ ഒരു പ്രോസസ്സാണ് എന്ത്, കാൽസിനേഷൻ. ഓക്കെ, അതാണ് കാൽസിനേഷൻ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസെൻട്രേറ്റഡ് ഓറിനെ ഹീറ്റ് ചെയ്യുന്നു ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ ആണെന്ന് ഓർത്തിരിക്കുക. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് ദ കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ ദ പ്രസൻസ് ഓഫ് എയർ ആണെന്നും ഓർത്തിരിക്കുക. ഓക്കെ, 28th question. Copper pyrite is purified by using dash method. അപ്പോൾ കോപ്പർ പൈറൈറ്റിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ഓപ്ഷൻ എ ലീച്ചിങ്, ഓപ്ഷൻ ബി ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, ഓപ്ഷൻ സി ഓക്സിഡേഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഏതാണ് ആൻസർ, കോപ്പർ പൈറൈറ്റിനെ പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഓക്കെ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് ഓർത്തിരിക്കുക.
Next question, which of the following metal is not in a free state? Free state അല്ലാത്ത ഏത് മെറ്റൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? സിൽവർ, ഗോൾഡ്, സോഡിയം, ലെഡ്. ഏതാണ് ഫ്രീ സ്റ്റേറ്റിൽ അല്ലാത്ത മെറ്റൽ? യെസ്, സോഡിയം ആണ്. സോഡിയം ആണ് ഫ്രീ സ്റ്റേറ്റിൽ അല്ലാത്ത മെറ്റൽ എന്ന് ഓർത്തിരിക്കുക. Last question, a naturally occurring substances from which a metal can be profitably extracted are called dash. ഒരു naturally occurring substance from which a metal can be profitably extracted. Okay, ഒരു മെറ്റലിനെ നമുക്ക് profitably അല്ലെങ്കിൽ commercially extract ചെയ്യാൻ പറ്റുന്ന ഒരു naturally occurring substance എന്താണ്? അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻസ് നോക്കാം. സോൾട്ട്, ഗാങ്, മിനറൽസ്, ഓർ. എന്താണ്? ഓർ ആണ് അല്ലെ. ഓറിൽ നിന്നാണ് നമ്മൾ മെറ്റൽസിനെ എക്സ്ട്രാക്ട് എടുക്കുന്നത്. കൊമേഴ്ഷ്യലി അല്ലെങ്കിൽ പ്രോഫിറ്റബിളി നമ്മൾ ഒരു മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു നാച്ചുറലി ഒക്കറിങ് സബ്സ്റ്റൻസ് ആണ് ഓർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് പുതിയ വീഡിയോകളായിട്ട് വരും, വീഡിയോ ക്ലാസ്സസ് ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ദ ലേണിംഗ് ട്രാക്ക് എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കും ഫ്രണ്ട്സ് ഒക്കെ അയച്ചു കൊടുക്കുക. അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ നമ്മുടെ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ വേറൊരു ക്ലാസ്സുമായിട്ട് ഉടൻ തന്നെ വരാം. ഓക്കെ, ബൈ, താങ്ക് യു.